കുറച്ച് ദിവസം മുമ്പ് വരെ കേരളത്തെ ഇളക്കി മറിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് റാപ്പർ വേടൻ. അദ്ദേഹത്തിന്റെ പാട്ടും ഗാനമേളയൊക്കെ ഉള്ള സ്ഥലത്ത് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് വന്നു ചേരുന്നത്. അതിൽ 95% 2K കുട്ടികളാണ്. ഇത്തരം കുട്ടികൾക്ക് ഒരുതരം ഭ്രാന്ത് പോലെയായിരുന്നു ഈ മനുഷ്യനോട്. അതിനുശേഷം ഇപ്പോൾ 1 മാസത്തിന് മുമ്പ് കുറെ പെൺകുട്ടികൾ വന്നിരിക്കുന്നു ഇദ്ദേഹം ബലാത്സംഗം ചെയ്തു എന്ന്. 2, 3, 4 വർഷത്തിന് മുമ്പ് നടന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. ഇദ്ദേഹം ഇത്രയും ഉന്നതിയിലേക്ക് പോകുന്നത് വരെ ഇവരൊക്കെ എവിടെയായിരുന്നു? ഇവർക്ക് കേസ് കൊടുക്കണ്ടായിരുന്നോ? ഇവരെ അന്ന് ബലാത്സംഗം ചെയ്തിട്ടില്ലായിരുന്നു? എന്തായാലും നല്ലൊരു തീരുമാനം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നു. കേസിന്റെ തീരുമാനം ആവുന്നത് വരെ വേടനെ അറസ്റ്റ് ചെയ്യരുതെന്ന്. എന്തായാലും അത് കോടതിക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഇങ്ങനെ തന്നെ ആവേണ്ടതുണ്ട്. 4-5 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തെ ബലാത്സംഗമാണെന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ ഉന്നതിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇവരെ പേരിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കുന്നത് ഒരു നല്ല തീഴ്വഴക്കമല്ല, നല്ല തീരുമാനമല്ല. ഇതിനെ പ്രോത്സാഹിപ്പിക്കാനും പാടില്ല. ഈ വേടന്റെ കൂടെ കഴിയാൻ വേണ്ടിയിട്ട് പെൺകുട്ടികൾ ക്യൂ നിൽക്കുകയാണ്. നമ്മൾ കണ്ടില്ലേ, ഓരോ പെൺകുട്ടികൾ സ്റ്റേജിൽ കയറി പരസ്യമായിട്ട് അവനെ ചുംബിക്കുകയാണ്. ഇങ്ങനെയുള്ള പെൺകുട്ടികളൊക്കെ അവനെ രഹസ്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ വേടൻ ബലാത്സംഗം ചെയ്യണമെന്നില്ല. ഈ പെൺകുട്ടികൾ തന്നെ അവന്മാരെ ബലാത്സംഗം ചെയ്യും. 1, 1.5, 2 2022 മുതലും 21 മുതലും ഒക്കെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാണ് പരാതികൾ പോയിരിക്കുന്നത്. ഇതെന്തൊരു ക്രൂരതയാണിത്. 2-4 വർഷം ഒരു മനുഷ്യനോടൊപ്പം സുഖമായി കഴിഞ്ഞ് അവനോടൊപ്പം ഹോട്ടലുകളിലും എല്ലാ ജീവിത സൗകര്യങ്ങളും അനുഭവിച്ചതിന് ശേഷം പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധി കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു മടുപ്പ് തോന്നുക എന്നുള്ള ഒരു സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് പുതിയ ഇരകളെ കിട്ടുമ്പോൾ. അങ്ങനെ വരുമ്പോൾ ഇവർ കൊണ്ട് ചെന്നിട്ട് കൊടുക്കുകയാണ്, കേസ് കൊടുക്കുകയാണ്, എന്നെ പീഡിപ്പിച്ചു എന്ന്. ഒരുപാട് കാലം എന്നെ നിരന്തരം പീഡിപ്പിച്ചു. ഒരു സ്ത്രീയെ 1, 2, 3, 5 തവണ ഒരു പുരുഷന് പീഡിപ്പിക്കാൻ കഴിയും. 2021 മുതൽ 2025 വരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇത് ആർക്കാണ് വിശ്വസിക്കാൻ കഴിയുക? ഇപ്പൊ 2 പെൺകുട്ടികൾ കൊണ്ടുവന്ന് വീണ്ടും മുഖ്യമന്ത്രിക്ക് എന്തോ പരാതി കൊടുത്തിരിക്കുന്നു എന്ന്. വേടൻ പീഡിപ്പിച്ചു എന്ന്. വേടൻ എന്താ ഇത്? എല്ലാവരെയും വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ കയറി ബലാത്സംഗം ചെയ്ത് പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങോട്ട് ചെന്ന് കയറി ഇത്തരം രീതികൾ ശരിയാണോ? ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് പെൺകുട്ടികൾ പെരുമാറുന്നത്? മാതാപിതാക്കളും സഹോദരങ്ങളും അമ്മയും അച്ഛനും ഒന്നും പറഞ്ഞാൽ കേൾക്കാതെ ഇവന്മാരെ പോലുള്ള തെമ്മാടികളുടെ പിറക്കെ പോവുകയാണ്. എന്നിട്ട് അവരുടെ തോന്നിയാസം പോലെ 2-4 വർഷം ജീവിച്ചതിന് ശേഷം ഇവിടെ വന്ന് ഒരു പരാതിയാണ് കൊടുക്കുകയാണ്. അവൻ എന്നെ ഇത്രയും കാലം കൊണ്ടു നടന്ന് പീഡിപ്പിച്ചു. കൊണ്ടു നടക്കാൻ എന്താ? കൊണ്ടു നടക്കണ പോണ വഴിക്കൊന്നും പോലീസുകാരില്ലേ? അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനില്ലേ? ഇവിടെ നിയമങ്ങളില്ലേ? ഇവർക്ക് അച്ഛനും അമ്മയില്ലേ? സഹോദരങ്ങളില്ലേ? ഇവർക്ക് പരാതി പറഞ്ഞുകൂടായിരുന്ന? ഓർത്തെ ഇന്നലെ രാത്രി എൻ്റെ അല്ലെങ്കിൽ ഞാൻ താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ വന്നു, എന്നെ കയറി പിടിച്ചു, അവൻ എന്നെ ചുംബിച്ചു, ബലാത്സംഗം ചെയ്തു എന്നൊക്കെ. ഇതൊന്നും പറയാതെ അങ്ങോട്ട് അവർക്ക് മെസ്സേജ് അയച്ച് അവനെ കൊണ്ട് ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ഇവിടെ കൊണ്ടുവന്ന് അവനുമായിട്ട് ലൈംഗിക സുഖവും മറ്റു സുഖങ്ങളും എല്ലാ സൗകര്യങ്ങളും 2-4 വർഷം അനുഭവിച്ചതിന് ശേഷം ഇവൻ ഏതെങ്കിലും ഒരു ഉന്നതിയിലെത്തുമ്പോൾ അവന്റെ സമ്പത്തും കാര്യങ്ങളും കൈയടക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം രീതികളൊന്നും ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. എന്തായാലും കോടതിയുടെ ഇപ്രാവശ്യം വന്ന തീരുമാനമെങ്കിലും നമുക്ക് സന്തോഷിക്കാം. പുരുഷന്മാർക്ക് ഈ രാജ്യത്ത് ജീവിക്കണ്ടേ? ഏതെങ്കിലുമൊക്കെ സ്ത്രീകൾ ഇങ്ങനെ കയ്യും കാലും കണ്ണും ഒക്കെ കാണിച്ച് മുണ്ടുമൊക്കെ പൊക്കി കാണിച്ച് അവന്മാർ അവിടെ ചെന്ന് കഷ്ടകാലത്തിന് കയറിപ്പോയാൽ ഉടനെ പീഡനമായി. പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഒരു സ്ത്രീയെ എത്ര പ്രാവശ്യം പീഡിപ്പിക്കുക? എങ്ങനെയാണ് പീഡിപ്പിക്കുക? പീഡിപ്പിക്കുന്നതിനൊക്കെ ഒരു രീതിയില്ലേ? ഒരു കുട്ടി ഒറ്റയ്ക്ക് ഒരു വീട്ടിലിരിക്കുകയായിരുന്നു. അതിലെ പോയ ഒരുത്തൻ പെട്ടെന്ന് ആ പെൺകുട്ടിയെ കണ്ടു, കയറി ചെന്നു, കതവടച്ചു, പീഡിപ്പിച്ചു, ഓടിപ്പോയി. അതിനെ പീഡനം എന്ന് പറയാം. അല്ലെങ്കിൽ ഒരുത്തൻ കണ്ണും കാലും ഒക്കെ കാണിച്ച് വശീകരിച്ചു കൊണ്ടുപോയി 1, 2, 4, 5 പ്രാവശ്യം ചെയ്തു. അവനൊക്കെ വിവാഹ വാഗ്ദാനം നൽകി, എന്നിട്ട് വിവാഹം കഴിച്ചില്ല, പീഡിപ്പിച്ചു. അതിനെ അംഗീകരിക്കാം. വർഷങ്ങളോളം പീഡിപ്പിച്ചു വന്ന് സുഖമായിട്ട് അവന്റെ ചെലവില് ഐസ്ക്രീമും തിന്ന്, ബിരിയാണിയും തിന്ന്, മന്തിയും കഴിച്ച് സുഖിച്ച് സുവിലമായിട്ട് ജീവിച്ച് അവന് മടുപ്പ് തോന്നുമ്പോൾ അവന്റെ പണി നോക്കി പോകും. അവന് പുതിയ ഇണയെ കിട്ടുന്നു. ഇഷ്ടം പോലെ ആൾക്കാർ അവന്റെ പിറക്കെ ഇങ്ങനെ ക്യൂ ആയിട്ട് വന്ന് നിൽക്കുന്നു. അപ്പൊ അവനിങ്ങനെ പുതിയ ആൾക്കാരെ പിറക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. പഴയ ആൾക്കാർ എത്രയും കൊണ്ടുവന്ന് കേസ് കൊടുത്തോണ്ടിരിക്കുന്നു. ഇപ്പൊ മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്നു 2 പേര് ഞങ്ങളെ പീഡിപ്പിച്ചെന്ന്. ഇവനെന്താ ഇവിടെ കാമദേവന്? 1008 പെണ്ണുങ്ങളെ പീഡിപ്പിക്കാൻ ഇതിനെ ഒന്നും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഈ പെൺകുട്ടികൾ മൊത്തത്തിൽ അങ്ങോട്ട് ചെന്ന് കയറിയ തന്നെയാണ്. വേടനെ തിരക്കി പോയത് തന്നെയാണ്. അവന് മെസ്സേജ് അയക്കുന്ന കൊണ്ടല്ലേ അവന് നമ്പർ കിട്ടുന്നത്? ഇവരുടെ നമ്പർ നമ്മുടെ ആരുടെങ്കിലും വീട്ടിൽ വേടന്റെ നമ്പർ വരുന്നുണ്ടോ? ഇല്ലല്ലോ. ചുമ്മാ ഇരിക്കുന്ന പുരുഷന്റെ നമ്പർ അയച്ച് വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്ത് അവരെ ഇങ്ങോട്ട് വിളിച്ച് ഞാൻ പ്രേമം നടിച്ച് പ്രേമാഭിനയം നടത്തി അവനെ വീഴ്ത്തി അവനെ കൊണ്ടുവന്ന് ഫ്ലാറ്റിൽ കൊണ്ടുവന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യിച്ചിട്ട് അവൻ പീഡകനായി. പീഡകൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു പീഡകനാവുന്നത്? കുട്ടികളെ ബലാത്സംഗം
ബലാത്സംഗം ചെയ്യണമെങ്കിലല്ലേ പീഡകനാവുള്ളൂ. ഇത് വല്ല ബലാത്സംഗമാണോ? സ്വന്തം സമ്മതത്തോടു കൂടി 2, 4, 5 വർഷം ഒരുമിച്ച് കഴിഞ്ഞതിന് ശേഷം പീഡിപ്പിച്ചു എന്നുള്ള പരാതി. ഈ കേരളത്തിൽ ഇനി ആണുങ്ങൾക്കും ജീവിക്കണ്ടേ? പുരുഷന്മാർക്ക് ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കേരളത്തിൽ ഇല്ലാതായോ? നോക്കിയാ കുറ്റം, ഇരുന്നാ കുറ്റം, നിന്നാ കുറ്റം, കിടന്നാ കുറ്റം, എല്ലാം കുറ്റമായി. സ്ത്രീകൾക്ക് മാത്രം മതിയോ എല്ലാം? ഈ പുരുഷൻ എന്തെങ്കിലും അങ്ങോട്ട് കയറി ചെയ്തതാണോ ഇത്? എല്ലാം ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ? ഒരു കാരണവശാലും കോടതി അവനെ ശിക്ഷിക്കാൻ പാടില്ല. കാരണം ഇത് സ്ത്രീകൾക്കൊരു പാഠമാവണം. നല്ലൊരു തീരുമാനം കോടതി എടുക്കണം. കോടതിയും പോലീസ് സ്റ്റേഷനും ഇത് നല്ലൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഒരു പുരുഷൻ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. സിനിമാ ഫീൽഡിൽ കണ്ടില്ലേ, എല്ലാം പീഡകര്. ഓരോ അവസരങ്ങൾക്ക് വേണ്ടിയും ഓരോ ചാൻസിന് വേണ്ടിയും സ്വന്തം അമ്മമാരൊക്കെയാണ് മക്കളെയും കൊണ്ട് പെൺകുട്ടികളെയും കൊണ്ട് നടക്കുന്നത് അവസരങ്ങൾ നേടാൻ വേണ്ടി. എന്തും ചെയ്യാം, ഏത് റോള് വേണമെങ്കിലും അഭിനയിക്കാം, എങ്ങനെ വേണമെങ്കിലും അഭിനയിക്കാം എന്നൊക്കെ പറഞ്ഞ് പുരുഷന്മാരെ പ്രലോഭിപ്പിച്ച് അവരെ കൂടെ കഴിഞ്ഞതിന് ശേഷം കുറെ ദിവസം കഴിയുമ്പോൾ രക്ഷപ്പെടാതെ വരുമ്പോൾ പീഡനമായി. ഇതൊക്കെ ഒരു ന്യായമായ കാര്യങ്ങളാണോ? ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു തീരുമാനത്തിലെത്തുക. ഇതിന് വേണ്ടുന്ന തീരുമാനം ഇത് തന്നെയാണ്. ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു പുരുഷൻ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അവൾ കംപ്ലൈന്റ് ചെയ്തിരിക്കണം. ഒന്നുമില്ലെങ്കിൽ മാതാപിതാക്കളോടെങ്കിലും പറയണ്ടേ, അല്ലെങ്കിൽ സഹോദരനോട് പറയണ്ടേ, എന്നെ അവൻ ഇങ്ങനെ പീഡിപ്പിച്ചോ, ശല്യം ചെയ്തു വന്ന്. എത്ര കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഉടനെ തന്നെ വന്ന് പെൺകുട്ടികൾ പറയുന്നു, ഉടൻ തന്നെ സഹോദരങ്ങനെ അച്ഛനും അമ്മയൊക്കെ ചെന്ന് അവനെ എടുത്തിട്ട് ചമ്മന്തി ആക്കുകയും ചെയ്യുന്നു, പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കുകയും ചെയ്യുന്നു. അതൊക്കെയല്ലേ വേണ്ടത്? അതൊക്കെയല്ലേ പീഡനം എന്ന് പറയുന്നത്? 4-5 വർഷം ഓരോരുത്തന്റെ കൂടെ കഴിഞ്ഞ് അവന്റെ ഐസ്ക്രീം തിന്ന്, മരിയാണിയും തിന്ന്, മന്തിയും തിന്ന്, കുന്തിയും തിന്ന്, തടിച്ചു കൊഴുത്ത് അവസാനം അവൻ വേറെ ഇണയത്തിലേക്ക് പോകുമ്പോൾ പീഡനം. എന്തായാലും ഇപ്രാവശ്യം കോടതി അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞതിന് കോടതിക്ക് ഒരു ബിഗ് സല്യൂട്ട്.